എത്ര വിധം ഗന്ധർവനുണ്ട്? സമൂഹത്തിൽ ഏറ്റവും കൂടുതലും ഗന്ധർവ ബാധ ഏൽക്കുന്നത് മനുഷ്യരാണ് എന്നുള്ളതിൽ വ്യക്തമാണ്. ഇതാർക്ക് വന്നു, ആരാൽ വരുന്നു? സോ വരുന്നത് പെൺകുട്ടികൾക്കാണ്. ഗന്ധർവൻ എന്തായാലും ഹോമോസെക്ഷൽ അല്ല. ഭർത്താവിൻ്റെ സുഖത്തെയാണ് ഭർത്താവ്, ഇതെൻ്റെ ഭർത്താവാണ് എന്ന് പറയുമ്പോൾ ആ പെണ്ണിന് അവളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു കംഫർട്ട് സോണുണ്ട്. ഗന്ധർവ ബാധ വൈഷ്ണവ സ്വഭാവത്തിൽ നിലനിൽക്കുന്നു. സ്ത്രീക്ക് ഭർത്താവിൻ്റെ ഗുണത്തെ നൽകുന്നത് ഏത് ഗ്രഹം എന്നൊരു ചോദ്യമുണ്ട്. അതെ, ഗന്ധർവൻ. ശ്രീകാന്ത്ജി, അബാക്കിലേക്ക് സ്വാഗതം. കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് കേരള സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രാഗൽഭ്യമുള്ളതും സ്വാധീനമുള്ളതുമാണ് ഗന്ധർവൻ. ഗന്ധർവന്മാർ ഒരുപാടുണ്ട്. എന്താ പറയുക, കാണുന്ന ഗന്ധർവനും കാണാത്ത ഗന്ധർവനും. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഈ ജ്യോതിഷന്മാരും സ്പിരിച്വലി നിൽക്കുന്ന ആധ്യാത്മിക ആചാര്യന്മാരുമാണ് ഗന്ധർവനെ അയക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇത് ശരിക്കും ഇവർ മീഡിയേറ്ററാണോ? ഗന്ധർവൻ ഉണ്ട് എന്നുള്ളത് വിശ്വാസമാണ്. പക്ഷേ എത്ര വിധം ഗന്ധർവനുണ്ട്? ഗന്ധർവൻ വിചാരിച്ചാൽ എന്തൊക്കെ നമുക്ക് നേടാൻ പറ്റും? ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. ആദ്യമേ തന്നെ നമുക്ക് ഗന്ധർവനെ കുറിച്ച് പറയുമ്പോഴേ, പൊതുവേ ഗന്ധർവനെ കുറിച്ച് ഏറ്റവും കൂടുതലും ആൾക്കാർ കേട്ടറിഞ്ഞു വന്നിരിക്കുന്നത് മൂവികളിലൂടെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പഴയ കാലങ്ങളിൽ പിന്നെ നമുക്ക് വാരികകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയും. എന്നാൽ ഞാൻ ഗന്ധർവൻ എന്ന് പറയുന്നൊരു മൂവി വന്നതിന് ശേഷം ഈ ഗന്ധർവന് വളരെയേറെ ഒരു പ്രചാരം വന്നിട്ടുണ്ട്. പിന്നീട് മുന്നോട്ട് പോകുന്ന ഓരോ ഘട്ടങ്ങളിലും ഈ ഗന്ധർവനെ തെറ്റിദ്ധരിക്കപ്പെടുന്ന വിധത്തിലും മറ്റൊരു പരിവേഷം, അതായത് ദൈവിക പരിവേഷത്തിന് പലരും ദൈവിക പരിവേഷം കൊടുക്കുന്നുണ്ട്, മറ്റു ചിലർ ബാധാപരിവേഷം കൊടുക്കുന്നുണ്ട്, മറ്റു ചിലർക്ക് മറ്റ് ബുദ്ധിമുട്ടുകളോ അല്ലെ പ്രേത വിഷയങ്ങളായിട്ട് സങ്കല്പിക്കുന്നുണ്ട്. അടിസ്ഥാനപരമായിട്ട് എന്താണ് ഗന്ധർവൻ? ഈ ഗന്ധർവനെ കൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാം? നമ്മൾ ഇങ്ങനെ ഒന്ന് ചിന്തിക്കുമ്പോൾ സമൂഹത്തിൽ ഏറ്റവും കൂടുതലും ഗന്ധർവ ബാധ ഏൽക്കുന്നത് മനുഷ്യരാണ് എന്നുള്ളതിൽ വ്യക്തമാണ്. അപ്പം തിരിച്ചൊരു ചോദ്യം, മനുഷ്യൻ്റെ കാര്യത്തിലേക്ക് സ്ത്രീയെന്നും പുരുഷനെന്നും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നുണ്ട്. ഇതിൽ സ്ത്രീകൾക്കാണോ ഏറ്റവും കൂടുതലും ഗന്ധർവ ബാധ ഉണ്ടായി കേട്ടിട്ടുള്ളത്, അതോ പുരുഷന്മാർക്കാണോ? ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങേക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്, അല്ലെ കേട്ടിട്ടുള്ളത്? ഇപ്പം സ്വാഭാവികമായിട്ടും ഈ ഗന്ധർവൻ എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ വർഷങ്ങൾക്ക് മുൻപ് ഈ നമ്മുടെ ഈ എന്താ പറയുക ബാല്യകാലങ്ങളിൽ നമ്മൾ സിനിമ കാണുന്ന സമയങ്ങളിൽ കൊച്ചു പെൺകുട്ടികളുടെ ശരീരത്തിലാണ് ഗന്ധർവൻ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ കുറച്ചുകൂടെ നമ്മളൊരു വിവേകവും ചിന്താരീതികളും മാറുന്ന തലങ്ങളിലേക്ക് ചിന്തിക്കുമ്പോഴും വരുന്ന സമയത്തും ഗന്ധർവൻ എന്ന് പറയുന്ന ഒരു പ്രപഞ്ച ശക്തിയുണ്ട്. അതിനൊരു ബെറ്റർ എക്സാമ്പിൾ എന്ന് പറയുന്നത് പല ദൈവജ്ഞന്മാരും ഇപ്പോൾ ഒരു ഹസ്ബൻഡും വൈഫും വിട്ടുപോകുന്ന സമയങ്ങളിലോ രണ്ടും പിരിഞ്ഞിരിക്കുന്ന സമയങ്ങളിലോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പ്രോപ്പറായിട്ട് പോകാത്ത സമയങ്ങളിൽ ഇവർ ഗന്ധർവൻ അയച്ച് വരുത്തുമെന്ന് ഇവർ പറയുന്നുണ്ട്. അപ്പം നമ്മളിതൊക്കെ പറയും, ഇതിന് മലയാളത്തിൽ ക്ലീഷയായിട്ട് പറയാൻ തള്ളെന്ന് പറയും. പക്ഷേ നമ്മൾ കുറച്ചുകൂടെ ഒരു ആധ്യാത്മികമായി തലങ്ങളിലേക്ക് വരുന്ന സമയത്ത് അതിനെ മനസ്സിലാക്കുകയും അത് തള്ളല്ല, അത് ശരിക്കും അങ്ങനെ ചെയ്യാനുള്ളൊരു എനർജി. നമ്മളെല്ലാം ഒരു എനർജി വേൾഡ് ജീവിക്കുന്ന ആൾക്കാരാണ്. അതിലേക്ക് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ഒരു യൂണിവേഴ്സിൻ്റെ വലിയൊരു എനർജി സോഴ്സിൻ്റെ ചെറിയ ഭാഗങ്ങളാണ്. അപ്പം നമ്മളിവിടെ ജന്മം എടുക്കുന്നത് തന്നെ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തു പോകാനാണ്. ഒരു സപ്ലി കോഴ്സാണ് ഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗന്ധർവൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നു, ഗന്ധർവനെ കണ്ടിട്ടില്ല. സോ അപ്പോൾ ഇതാർക്ക് വന്നു, ആരാൽ വരുന്നു? സോ വരുന്നത് പെൺകുട്ടികൾക്കാണ് എന്നുള്ളതാണ് താങ്കൾ ചോദിച്ച ക്വസ്റ്റ്യനിൽ നിന്ന് എനിക്ക് തീർച്ചയായിട്ടും. അപ്പം വളരെ പ്രസക്തമാണ് സ്ത്രീകൾക്ക്. അതെ. അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ ഇന്നത്തെ കാലത്ത് പറയുമ്പം ഗന്ധർവൻ എന്തായാലും ഹോമോസെക്ഷൽ അല്ല, റൈറ്റ്. എന്നാൽ സ്ത്രീകൾക്ക് മാത്രം എന്തുകൊണ്ട്, വിശേഷിച്ച് ആദ്യകാലങ്ങളിൽ ബാല്യത്തിൽ, അതായത് കന്യകാ അവസ്ഥകളിൽ നിലനിൽക്കുന്ന സ്ത്രീകൾക്ക്, ഋതുമതികളായി വരുന്ന സ്ത്രീകൾക്ക് ഈ ഒരു തലത്തിൽ ചിന്തിക്കപ്പെടുമ്പോൾ അതിന് വേറൊരു വെർഷനെയും കൂടി ഇതിൻ്റെ പുറകിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ശരിക്കും എന്താണ് ഗന്ധർവൻ എന്നുള്ളതിലേക്ക് വരുമ്പോൾ അടിസ്ഥാനപരമായിട്ട് പറയാം, ഏറ്റവും കൂടുതലും ഗന്ധർവ ബാധകൾ അങ്ങ് തന്നെ പറഞ്ഞു, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ജ്യോതിഷികൾ ഈ ഗന്ധർവ ബാധയെ വളരെ വിശേഷമായി തന്നെ എടുത്തു പറയപ്പെടാറുണ്ട്. പ്രത്യേകിച്ചും അത് പുരുഷൻ ചെന്ന് നോക്കുമ്പോഴല്ല, സ്ത്രീയിൽ നിന്നോ സ്ത്രീയുടെ മാതാപിതാക്കൾ ചെല്ലുമ്പോഴോ അതിനെക്കുറിച്ച് പറയുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, കന്യകയെന്നോ
അതിനപ്പുറത്ത് വിവാഹം കഴിഞ്ഞ ഒരു വ്യക്തിയെന്നോ ഇതിൽ അർത്ഥബന്ധങ്ങളില്ല. അങ്ങനെയെങ്കിൽ ഇവിടെ വളരെ വ്യക്തമായിട്ട് കന്യകയ്ക്ക് ഗന്ധർവബാധ ബാധിച്ചാൽ, ഇപ്പം ഇങ്ങനെ ഒരു ബാധയുണ്ടായി എന്ന് ബാധിച്ചാൽ സമൂഹത്തിൽ നാളെ ആ പെൺകുട്ടിക്ക് ഒരു വിവാഹ ജീവിതം വന്നു ചേരുന്നതിന് വളരെയേറെ ക്ലേശങ്ങളുണ്ടാവും. അതെ. ഇനി രണ്ടാമത്തെ വർഷം വിവാഹം കഴിഞ്ഞവരിലേക്ക് കണക്ക് കൂട്ടുമ്പോൾ, വിവാഹം കഴിഞ്ഞ് ബന്ധം പിരിഞ്ഞു നിൽക്കുന്ന സ്ത്രീക്ക് അല്ലെങ്കിൽ ഗന്ധർവബാധ ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും തകരാറ് പറയുന്നത് ഗന്ധർവനെയാണ്. ഇവിടെ രണ്ടും കോമണായിട്ട് ബാധിക്കുന്നത്, ഇതിൻ്റെ മാനസിക ബുദ്ധിമുട്ടുകളും ശാരീരിക ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നത് സ്ത്രീക്കാണെന്നുള്ളത് വ്യക്തമാണ്. അങ്ങനെയെങ്കിൽ ജ്യോതിഷപ്രകാരം സ്ത്രീക്ക് ഭർത്താവിൻ്റെ ഗുണത്തെ നൽകുന്നത് ഏത് ഗ്രഹം എന്നൊരു ചോദ്യമുണ്ട്. അതെ. അപ്പോൾ അതിനെ നമ്മൾ കാരകൻ എന്ന് വിളിക്കപ്പെടേണ്ടി വരും. ജ്യോതിഷപ്രകാരം കാരക വിഭാഗത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും, ഭാര്യയ്ക്ക് ശുക്രകാരകത്വവും ഭർത്താവിന് അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ചിന്തിക്കുമ്പോൾ ഭർത്താവിന് ഗുരുവിനെ കൊണ്ട് വ്യാഴ കാരകത്വമാണ്. വ്യാഴമാണ് ഭർത്തൃകാരകത്വം. അവിടെ പ്രത്യേകിച്ച് വേറെ കുറച്ചും കൂടി നമ്മൾ ഒരു കേരളം വിട്ട് പുറത്തേക്ക് പോയാൽ, നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ തമിഴ്നാട് ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവർ കുജനെയും കൂടി ഈ ഭർത്തൃകാരകത്വത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ഈ രണ്ട് ഗ്രഹങ്ങളുടെ സ്പെഷ്യാലിറ്റി, വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തെ കൊണ്ട് ഭർത്താവിൻ്റെ സുഖത്തെയാണ്, ഭർത്താവ് ഇതെൻ്റെ ഭർത്താവാണ് എന്ന് പറയുമ്പോൾ ആ പെണ്ണിന് അവളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു കംഫർട്ട് സോണുണ്ട്, ഒരു സന്തോഷമുണ്ട്, ഒരു അനുഭൂതിയുണ്ട്. ഇതെൻ്റെ ഭർത്താവാണെന്ന് മനസ്സ് നിറഞ്ഞ് പറയാൻ കഴിയുന്ന ആ ക്വാളിറ്റിയെ, ആ ഭർത്താവിനെ അടുത്ത് സമീപത്ത് ലഭിക്കുന്നതിനെ കൊടുക്കുന്ന കാരകത്വം മാത്രമാണ് വ്യാഴത്തിനുള്ളത്. അതിനർത്ഥം തൊട്ടിപ്പുറത്ത് മാറി കുജൻ എന്ന് പറയുന്ന ഒരു ഗ്രഹം തൻ്റെ ജീവിതത്തിൽ തന്നോടൊപ്പം തൻ്റെ സ്വകാര്യ നിമിഷങ്ങളിലും സംതൃപ്തമാക്കുന്ന അവസ്ഥയ്ക്ക് വേണ്ടിയിട്ട്, അതായത് കുജന് സ്വാഭാവികമായിട്ടും ആസക്തികാരകത്വം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ധൈര്യം, വീര്യം എന്ന് പറയുന്ന രണ്ട് ഘടകത്തെയും കൊടുക്കുന്നുണ്ട്. വീര്യം കൊടുക്കുന്നുണ്ട്, ധൈര്യം കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീക്ക് ഭർത്താവിൽ നിന്നും വേണ്ടത് ധൈര്യത്തോടു കൂടിയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പോൾ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് കുജനും, അതിനപ്പുറത്ത് ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ സന്തോഷ അനുകൂലങ്ങൾ അനുഭവിപ്പിക്കുന്നത് വ്യാഴവുമാണ്. അങ്ങനെയെങ്കിൽ പൂർവാർജിത കർമ്മങ്ങളിൽ ഒരു പുരുഷനാലോ ഭർത്താവാലോ ഗുരുക്കന്മാരാലോ ശാപ ദുരിത താപാദികൾ ലഭിച്ചിട്ടുള്ള സ്ത്രീകൾ ഈ ജന്മത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഗന്ധർവബാധ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ തന്നെയാണ്. എന്നാൽ അതിൽ വളരെ കുറച്ച് പേര് മാത്രം ജ്യോതിഷപരമായ നിരീക്ഷണങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ ഗന്ധർവബാധയെ അറിവുള്ള ജ്യോതിഷികൾ കണ്ടെത്തുന്നു. അതെ. അപ്പോൾ രണ്ടാമത് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഗന്ധർവബാധ വൈഷ്ണവ സ്വഭാവത്തിൽ നിലനിൽക്കുന്നു എന്ന്. അതെ. അപ്പോൾ വ്യാഴത്തെ നിശ്ചയിക്കുന്നതിൽ തെറ്റില്ല. ഇനി ബുധനെ കൊണ്ട് ഗന്ധർവബാധയെ ജ്യോതിഷത്തിൽ പറയപ്പെടുന്നുമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഒരു ഘടകത്തിൽ ഗന്ധർവബാധ വളരെ വ്യക്തമായിട്ട് പറയുമ്പം ബുധനെന്ന് പറയുന്ന ഗ്രഹത്തെ കൊണ്ട് ഗന്ധർവബാധയെ ചിന്തിക്കാം. അതുപോലെ തന്നെ വ്യാഴം ഓൾറെഡി നമ്മളിപ്പോൾ സംസാരിച്ചു കഴിഞ്ഞു. ചുരുക്കത്തിൽ ബുധനായാലും വ്യാഴമായാലും ഇത് ബാധിക്കപ്പെടുന്നത് ഒരു സ്ത്രീയുടെ ജീവിതത്തെയാണ്. അതെ. അപ്പം ഇൻ സിമ്പിൾ നമ്മളതിനെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഏതൊരു സ്ത്രീയും ഭർത്താവിൻ്റെ ഗുണങ്ങൾ ഇല്ലാതിരുന്നാൽ, അപ്പോൾ ഭർത്താവിൻ്റെ ഗുണമെന്ന് പറയുമ്പോൾ ഏത് വിധത്തിൽ എന്നൊരു ചോദ്യമുണ്ട്. തീർച്ചയായിട്ടും വിവാഹം കഴിച്ചാൽ പങ്കാളി എപ്പോഴും കൂടെ ഉണ്ടാവണം. അതെ. അത് വാത്സല്യം കൊണ്ടായാലും കരുതൽ കൊണ്ടായാലും ശാസന കൊണ്ടായാലും സന്തോഷം അല്ലെങ്കിൽ ഇങ്ങനെ എന്ത് കാര്യങ്ങളായാലും ഭർത്താവ് എന്ന് പറയുന്ന ആൾ കൂടെ ഉണ്ടാകുമ്പോൾ ഈ വ്യാഴത്തിൻ്റെ ക്വാളിറ്റി ആ സ്ത്രീക്ക് ഗുണമാണ് എന്ന് പറയാം. ജ്യോതിഷത്തിൽ സ്വയം പരിശോധിക്കാവുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഗ്രഹനിലയിൽ, സ്ത്രീകളുടെ ഗ്രഹനിലയിൽ വ്യാഴം 3, 6, 8, 12 ഭാവങ്ങളിൽ പോയിട്ടുള്ള എല്ലാ ഗ്രഹനിലകളും പരിശോധിച്ചോളൂ. നമുക്ക് ഉറപ്പായിട്ടും ആ സ്ത്രീയുടെ ജീവിതത്തിൽ ഭർത്താവിനെ കൊണ്ടുള്ള ഗുണങ്ങൾ വളരെയേറെ കുറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, അതുകൊണ്ട് ക്ലേശങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും. ഇനിയും അത് ഉച്ചനായാലും നീചനായാലും, ഇനി നീചനായാൽ പോലും ഈ പ്രശ്നം അനുഭവിക്കും. നീചാംശകത്തിൽ വന്നാൽ ഒരു ഘട്ടത്തിന് ശേഷം ആ പ്രശ്നം അനുഭവിക്കും. അപ്പോൾ തീർച്ചയായിട്ടും വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം ഇൻ ഡെപ്ത് വിവാഹ ജീവിതത്തിൽ സ്ത്രീകൾക്ക് വളരെയേറെ
പ്രാധാന്യം കൊടുക്കുന്നു. അത് നമ്മുടെ പ്രമാണങ്ങൾ പരിശോധിച്ചാൽ പല ഘട്ടങ്ങളിലൂടെ മനസ്സിലാക്കാൻ പറ്റും. കാരണം വിവാഹ മുഹൂർത്തം എടുക്കുന്നതിന് ഗ്രഹങ്ങളിൽ വ്യാഴത്തിനും അതുപോലെ തന്നെ ശുക്രനും മൗഢ്യ കാലഘട്ടം, വാർദ്ധക്യ കാലഘട്ടങ്ങൾ ഒഴിവാക്കപ്പെടാനായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടായിരുന്നു? വ്യാഴത്തെയും അവിടെ നിർദ്ദേശിച്ചിട്ടുണ്ടല്ലോ. ഇനി അത് ഈ ഗുണാനുഭവം നിലനിൽക്കാനാണ്. പിന്നെ മുഹൂർത്തത്തിന് രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ്. എന്നിരുന്നാൽ പോലും അവരുടെ ജാതകത്തിൽ വിധിയാലുള്ളതല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും പൂർവ്വജന്മങ്ങളിൽ നിന്നും വന്നു ചേർന്നിരിക്കുന്ന വളരെ വ്യക്തമായ കടങ്ങളാണ് അല്ലെങ്കിൽ ബാധ്യതകളാണ്. കർമ്മകാണ്ഡത്തെ പരിശോധിക്കുമ്പം അനുഭവിക്കാനും അത് കൊടുക്കാനും വാങ്ങാനും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ സ്ത്രീകളുടെ ജാതകത്തിലെ ഈ ഒരു വ്യാഴാവസ്ഥകൾ കൊണ്ടാണ്. ഇനിയും ഇതിനൊരു കഥ കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്.